പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നടന്ന ഇൻസെർട്ട് മിസ്സിംഗ് നമ്പർ എന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് കവർ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസറിലേക്കാണ് ഡയറക്റ്റ് പോകുന്നത്. നമുക്കറിയാം ഇതിനെ എയും മെയും കൂട്ടിയാൽ 14, 14 കൂട്ടിയാൽ നമുക്ക് കിട്ടാൻ പോകുന്ന നമ്പർ 20 എന്നാണ് അല്ലെ. 7+7+6 ഈ നേരെയുള്ള അടിയിലുള്ള ഈ ഒരു നമ്പർ കിട്ടി നമുക്ക് 14 കിട്ടും. ഇവിടെ തലക്ക് നോക്കാം. 5+3+12 5+3+12 എഗെയിൻ നമുക്ക് എന്ത് കിട്ടുന്നത് 20 കിട്ടുന്നുണ്ട്. അതിനിവിടെ 8ഉം 2ഉം ഉണ്ട്. 8ഉം 2ഉം കൂട്ടിയാൽ 10 കിട്ടുന്നുണ്ട്. ഇനി ഏതൊരു നമ്പർ വേണം? 20 ആണെങ്കിൽ സ്വാഭാവികമായിട്ട് 10 കൂടിയാണ് കൂട്ടേണ്ടത്. സോ ആൻസർ ഈസ് ക്വസ്റ്റ്യൻ മാർക്കിന് സ്ഥാനത്ത് വരാനുള്ളത് 10 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ശ്രദ്ധിക്കുക. 14, 42, 84, 21, 63, 126, 8, 24 ക്വസ്റ്റ്യൻ മാർക്ക്. നമുക്ക് കാണുമ്പോൾ തന്നെ ഐഡിയ കിട്ടേണ്ടതാണ്. 14നെ 3 ഗുണിച്ചാൽ നമുക്ക് 42 കിട്ടും. 42നെ 2 ഗുണിച്ചാൽ 84. ശരിക്കും അതേപോലെ തന്നെ 21നെ 3 ഗുണിച്ചാൽ 63 കിട്ടും. 63നെ 2 ഗുണിച്ചാൽ 126 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ 8നെ 3 ഗുണിച്ചാൽ 24 കിട്ടുന്നുണ്ട്. 24 2 ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടണം? 48 എന്ന് കിട്ടണം. 48 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, താങ്ക് യു. അടുത്ത ക്വസ്റ്റ്യൻ നന്നായി ശ്രദ്ധിക്കണം. ഈ 11 എങ്ങനെ വന്നു എന്നുള്ളതാണ്. കാരണം ഇവിടെയാണ് ക്വസ്റ്റ്യൻ മാർക്ക് കിടക്കുന്നത്. അപ്പോൾ 48ന്റെ പകുതി 48നെ ബൈ 2 ചെയ്യാം, നമുക്ക് 24 കിട്ടും. 26നെയും ബൈ 2 ചെയ്യാം, നമുക്ക് 13 കിട്ടും അല്ലെ. 24 മൈനസ് 13 എന്ന് പറയുന്നത് നമുക്ക് 11 എന്നാണ് ആൻസർ വരിക. അതേപോലെ ഇവിടെ കുറച്ചൊക്കെയാണ്. ഈ 54ന്റെ പകുതി 54 ബൈ 2 ചെയ്താൽ നമുക്ക് 27 എന്ന് കിട്ടും. 28നെ ബൈ 2 ചെയ്താൽ നമുക്ക് 14 എന്ന് കിട്ടും അല്ലെ. 27 മൈനസ് 14 എന്ന് പറഞ്ഞാൽ ആൻസർ 13 ആണ്. സോ ഇവിടുത്തെ ആൻസർ എന്താ വരുന്നത്? 13 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അതേപോലെ സിമ്പിൾ ആണ്. സ്ക്വയർ ക്യൂബ് ഒക്കെ 10 വരെ എല്ലാ നമ്പറിനെയും നിർബന്ധമായിട്ട് പഠിച്ചെടുക്കണം. 9ന്റെ സ്ക്വയർ 9 സ്ക്വയറും കിട്ടും, 9 ക്യൂബും കിട്ടും. 8 സ്ക്വയർ ഇവിടെ, 8 ക്യൂബ് ഇവിടെ. 7ന്റെ സ്ക്വയർ ഇവിടെ ഉണ്ട്, 7ന്റെ ക്യൂബ്. 7ന്റെ ക്യൂബാണ് 343. 343 കേട്ടോ. ക്ലിയർ. സോ ആൻസർ 343 ആണ് ആൻസർ കേട്ടോ. ആൻസർ 343. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 3+6 ഇൻറ്റു 7 ദാറ്റ് 63 അല്ലെ. 3+6 പറഞ്ഞാൽ 9 ആണ്. 9നെ 7 കൊണ്ട് ഗുണിച്ചാൽ 12, 63. ഇവിടെ കിട്ടുക 13+12 13+12 25. 25 ഇൻറ്റു 3 75 അല്ലെ. കറക്റ്റ് സെൻട്രൽ വരുന്നുണ്ട്. അതുപോലെ 4 ഇൻറ്റു 18 4+18 22 അല്ലെ. 22 ഇൻറ്റു 2 44 എന്ന് കറക്റ്റ് ആൻസർ വരും. 44 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, താങ്ക് യു. ആൻഡ് നെക്സ്റ്റ് വൺ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കുക. ഈ പാറ്റേൺ 11, 13, 15, 17, 19, 21. ഇവിടുന്ന് +2 +2 +2 ഇവിടുന്ന് +2 ഇവിടുന്ന് +2 രണ്ടിച്ച് കൂടി പോവാ. ഇവിടെ എത്തുമ്പോൾ കഥ മാറി. 3 ആണ് കൂടുന്നത്. +3 എത്ര കൂടി? +3 ആൻഡ് അഗൈൻ +3 അഗൈൻ +3 അങ്ങനെയാണ് പോണത്. അങ്ങനെ ഇവിടെ നോക്കുക. 2 1 3 1 ഇവിടെ 4 വെച്ചിട്ടാണ് കൂടുക. 69 +4 73 +4 ആൻഡ് അഗൈൻ 77 പ്ലസ് എന്താണ് വരിക? 4 കൂട്ടിയാൽ സ്വാഭാവികമായിട്ടും +4 എന്ന് പറയുന്നത് 81 ആണ് വരിക. 81 ആണ് കറക്റ്റ് ആൻസർ വരിക കേട്ടോ. ഓക്കെ, ആൻഡ് 7th ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ശ്രദ്ധിക്കുക. നമുക്കറിയാം ഈ രണ്ട് കൊള്ളി ആഡ് ചെയ്താൽ 21 + 35 എന്ന് പറയുന്നത് 56 ആണ് അല്ലെ. അതുപോലെ ഇത് രണ്ടും 14 + 42 അഗൈൻ 56. ഓക്കെ, 16 + 14 അഗൈൻ 56 അല്ലെ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇവിടെ ആരാ വേണ്ടത്? 41ന്റെ കൂടെ ഏതോ ഒരു നമ്പർ ആഡ് ചെയ്താൽ 41ന്റെ കൂടെ ഏതോ നമ്പർ എന്ത് ചെയ്താൽ ആഡ് ചെയ്താൽ 40ന്റെ കൂടെ നമ്പർ ആഡ് ചെയ്താൽ നമുക്ക് 56 കിട്ടും. ഏത് നമ്പറാണ് എല്ലാവർക്കും അറിയാം. ദാറ്റ്സ് ഈക്വൽ ടു 15. 15 ആണ് ആൻസർ ആയിട്ട് വരിക. നന്നായി ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, 9ാമത്തെ ക്വസ്റ്റ്യൻ. നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് 9ാമത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് ആൻസറിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ചെറുത് ഫീൽ ചെയ്യാം. നോക്കാം. ഈ രണ്ട് നമ്പർ 6 ഇൻറ്റു 7 സമം 42 എന്ന് കിട്ടും. ആൻഡ് ദിസ് 2 നമ്പർ ഏത്? 8 4 അല്ലെ. സ്വാഭാവികമായിട്ടും 8 + 4 എന്ന് പറയുന്നത് 12 ആണ്. രണ്ടും പാടെ കൂട്ടിയാൽ 4 54. ഇവിടെ എങ്ങനെ കിട്ടുന്നുണ്ടോ നോക്കണം. 8 ഇൻറ്റു 4 32 ആണ്. ഇത് രണ്ടും 32 12 + 7 രണ്ടും പാടെ കൂട്ടിയാൽ 21 ആയി. സോറി 32 19 കേട്ടോ.
19 അപ്പോൾ 51. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്പർ എത്ര ഉണ്ട്? 9 × 5 ശ്രദ്ധിക്കണം. 9 × 5 എത്രയാണ്? 45 ആണ്. 14 + 9 എന്ന് പറഞ്ഞാൽ 23 ആണ്. ആൻഡ് അഗൈൻ 68 68 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഞാൻ ഓപ്ഷൻസ് എടുത്തിട്ടില്ല. നന്നായി നോക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കാം. 11ക്ക് 8 കൂട്ടിയാൽ 19, 19ക്ക് 8 കൂട്ടിയാൽ 20, 17ക്ക് 8 കൂട്ടിയാൽ 25, 25ക്ക് 8 കൂട്ടിയാൽ 33, 23ക്ക് 8 കൂട്ടിയാൽ 31, 31ക്ക് 8 കൂട്ടിയാൽ 39 ഈസ് ദ കറക്റ്റ് ആൻസർ. 39 39 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ 18, 36, 6 അല്ലെ. 18 × 2 ആണ് 36. 36നെ 6 കൊണ്ട് ഹരിച്ചാൽ 6 കിട്ടും. 24 × 2 ആണ് 48. 48നെ 6 കൊണ്ട് ഹരിച്ചാൽ 8 കിട്ടും. 33 × 2 ആണ് 66. 66നെ 6 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്ന സംഖ്യ 11 എന്നായിരിക്കും. സോ ഇതൊക്കെയാണ് ഇതിന് ആൻസർ ഉള്ളത്. ഓരോ ക്വസ്റ്റ്യൻസും ചെയ്തും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. കുറച്ച് സ്പീഡായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നായി നോക്കുക. ഓക്കെ, താങ്ക് യു.